ഈ ഒരു കേസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലവ് ജിഹാദാണെന്നാണ് പറയണത്. അതായത് ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭാര്യനെ കൊണ്ടുനടക്കുന്ന ഒരുത്തനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരേ വീട്ടിൽ ഒരുപോലെ താമസിക്കുന്ന ഫാമിലി. അവൻ്റെ ആദ്യത്തെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഈ കുട്ടിയുടെ പേര് അയ്യരാണ്, പേരെനിക്കറിയില്ല. ബഷീർ ബാസിയുടെ 2ാമത്തെ വിവാഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി. ലവ് ജിഹാദാണെന്നാണ് പറയണത്. എനിക്കിവിടുത്തെ ആളുകളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, ഇതുപോലത്തെ പ്രണയ കേസുകളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഓരോ വീട്ടുകാർ ഏട്ടൻ്റെ മകൾ ഇങ്ങനെ പെട്ടു, അല്ലെങ്കിൽ അനിയൻ്റെ മകൾ ഇങ്ങനെ പെട്ടു, നിങ്ങളൊന്ന് ഇടപെടുമോ, നിങ്ങളൊന്ന് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പല രീതിയിൽ പല ആളുകളും നമ്മളെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇടപെടാം, പക്ഷേ ഫാമിലി ഞങ്ങളുടെ കൂടെ നിൽക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതിൽ ഇടപെടാം എന്ന് പറയുന്ന ഘട്ടത്തിൽ പല കേസുകളിലും അമ്മയ്ക്കൊരു അഭിപ്രായമോ അച്ഛനൊരു അഭിപ്രായമാണ്. അവരൊരിക്കലും മകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാൻഡായിട്ടുള്ളൊരു തീരുമാനം എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന കേസിലൊക്കെ വെറുതെ വേവലാതിപ്പെടുകയാണ്. ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യൻ കൊണ്ടുപോയി ജിഹാദി കൊണ്ടുപോയി ലവ് ജിഹാദ് പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അത് ലവ് ജിഹാദാണെന്ന് അവർക്കെങ്കിലും തോന്നണ്ടേ? അവരുടെ വീട്ടുകാർക്ക് ആ കുട്ടീനെ രക്ഷിക്കണം തോന്നണ്ടേ? ആ വീട്ടുകാർക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണത് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ അതാ ചോദിക്കണേ. ആ പെണ്ണ് ആ ചെക്കൻ്റെ കൂടെ പോയി അവൾക്ക് കിട്ടേണ്ട കിട്ടി, അവൾ സൂചിച്ച് ജീവിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ നല്ല ആര് പോയി വിളിച്ചാലും ആ കുട്ടി വരില്ല. നിങ്ങൾ ലവ് ജിഹാദിൻ്റെ കഥയും പറഞ്ഞ് ഹിന്ദു സ്നേഹത്തിൻ്റെ കഥയും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ പെണ്ണ് നിങ്ങളെ പുറംകാലിട്ടടിക്കും. കാരണം അവൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സ്വർഗമാണെന്ന് വിചാരിച്ച് ആ സുഖത്തിൽ ആറാടി നിൽക്കുന്ന സമയമാണ്. പിന്നീട് കുറേ കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുക. ആ സമയത്താണ് അവർ ചിന്തിക്കുക. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ കുട്ടികൾക്കറിയാം അതൊരു മുസ്ലിം പയ്യനാണെന്നും എനിക്ക് മതം മാറേണ്ടി വരുമെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവർ പോയി തലവെച്ച് കൊടുക്കണമാണ്. പിന്നെ നിങ്ങളെന്തിനാണ് അതിൻ്റെ പിറകെ പോയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞത്? ആ കുട്ടിക്ക് നിങ്ങൾ ഒരു സഹോദരനായിട്ട് പോലും തോന്നുന്നില്ല. പിന്നെ നിങ്ങളെന്തിനാ എത്ര വലിയ സങ്കടപ്പെടേണ്ട കാര്യം? ആ കുട്ടികളോട് നിങ്ങൾ ആ പയ്യനെയോ അല്ലെങ്കിൽ ആ പയ്യൻ്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അവരുടെ മതത്തെയോ ഒക്കെ ഒന്ന് കുറ്റം പറഞ്ഞു നോക്കിയാൽ പുലി മാറി ആ കുട്ടി നിങ്ങളെ കടിക്കാൻ വരും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ശരി, ആ കുട്ടിയുടെ സമ്മതമല്ലാണ്ട് ആ കുട്ടിയെ വലിച്ചു കയറ്റി കൊണ്ടുപോവുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇടപെടാം. വേണമെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവനെ തല്ലിയിട്ടായാലും കൊണ്ടുവരാം. മനസ്സിലായില്ലേ? ഇതല്ല, ഇത് ഇവരെന്നെ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ കോടതി പോയി കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ പൊക്കോന്നേ കോടതി പറയുള്ളൂ എന്നുള്ളത് അവനും അറിയാം, അവൾക്കും അറിയാം. അപ്പം നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. പിന്നെ ലവ് ജിഹാദ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് വെറുതെ വണ്ടി കെട്ടുകയാണ്. ഒരു കാര്യമില്ല. നമുക്കിതിങ്ങനെ പറയാം. നമ്മളെന്തിനത് പറയണത്? സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ബേജാറില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ബേജാറ്? ഞാൻ പല കേസിൽ ഇടപെടുമ്പോഴും ഇതിൻ്റെ നാളെ ഒരാൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. ഒന്നല്ല, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത്, ഗൾഫിലുള്ള സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളിങ്ങനെ ഒരുത്തം കൊണ്ടുപോയിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം, നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ കാര്യം ചെയ്യുക, കുട്ടിയുടെ അമ്മയും അച്ഛനും എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ, നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് എന്താ വെച്ചാൽ നോക്കാം എന്ന് പറഞ്ഞ് എന്നോട് ആ അച്ഛൻ സംസാരിച്ച സമയത്ത് എടുത്ത വഴിക്ക് ചോദിച്ചെന്താണെന്നറിയോ? അയാൾ എന്നോട് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ മകളെ വിഷയത്തിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ലീവിന് വരുന്ന ആളാണ്, എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാകുമോ എന്നാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഞാൻ മനസ്സിലാക്കിയതാണ്, ഇതൊന്നും ഇന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ണി മനസ്സിലാക്കിയ വിഷയങ്ങളല്ല. ഇതുപോലെ പല കേസുകളിലും മനസ്സിലാക്കിയ വിഷയമാണ് പറയണത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹത്തിൻ്റെ ഗൾഫിലോട്ടുള്ള തിരിച്ചുപോക്ക് ഈ മകളെ കൊണ്ടുവരുന്ന കേസിൽ മുടങ്ങിപ്പോകുമോ എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മകളോട് അത്ര സ്നേഹമുണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. അയാൾക്കത്തെ ഉത്തരവാദിത്തമുണ്ട് ആ മകളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവരെ മക്കളാണ് ഈ പോണത്. ഈ മക്കളെ കണ്ണിലെ ഉണ്ണി പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന മക്കളൊന്നും എവിടെയും പോണില്ല. തന്ത വേറെ വഴിക്ക് തള്ള വേറെ വഴിക്ക്, മക്കളെ കാര്യത്തിൽ നോക്കാൻ സമയമില്ല. അങ്ങനെ നടക്കുന്ന ഫാമിലിയിലേ ഇത് പോകണുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് എന്താണ് രാമായണം എന്നറിയില്ല, മഹാഭാരതം എന്നറിയില്ല, വിളക്ക് കത്തിക്കുന്നില്ല, നാമം ചൊല്ലുന്നില്ല. കുട്ടി ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ മുസ്ലിങ്ങളുടെ നോമ്പ് എടുക്കുന്നു. എന്നാൽ സ്വന്തം ഹിന്ദു മതത്തിലെ നോമ്പുകൾ ഒരുപാടുണ്ട്, അതൊന്നും എടുക്കുന്നില്ല, വ്രതാനുഷ്ഠാനങ്ങളില്ല. ഇങ്ങനെ അവനവൻ്റെ മതത്തിൻ്റെ ഒരു കാര്യവും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല.
ഒരു കാര്യങ്ങളും ചെയ്യാനും പ്രേരിപ്പിക്കുന്നില്ല. പിന്നെ ആ കുട്ടികൾ പോകണതിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പോകുന്ന കേസിൽ പല കേസിലും അച്ഛനമ്മേനെയും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അച്ഛൻ പറയണതല്ല അമ്മ പറയാം, അമ്മ പറയണതല്ല അച്ഛൻ പറയാം, അവർ തമ്മിൽ ഭയങ്കര മത്സരമായിരിക്കും. അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ വീർപ്പ് മുട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മദ്യപാനികളായിട്ടുള്ള അച്ഛന്മാർ ഇതൊക്കെ പറഞ്ഞ ഒരുപാട് കോമഡിയാണ്. നമ്മൾ ഈ കുട്ടികളെ കുറേ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊരു ഹിന്ദു സമൂഹത്തിലെ കുറേ കുട്ടികൾ കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന പെൺകുട്ടികൾ എന്താണെന്നറിയോ? വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെയും ജീവിതം കണ്ടു പഠിച്ചിട്ട് ഇതുപോലെ ഒരു നരകം ഇനി വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ? മനസ്സിലാവുന്നുണ്ടോ? എത്രയോ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ ആരാൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ട് വല്ലാണ്ട് ബേജാറാക്കണ്ട. അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത്ര വലിയ ബേജാറായതെന്നുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കുട്ടിയുടെ കാര്യം തന്നെ നോക്കൂ. ഒരുത്തി ഭാര്യയായിട്ട് ഇരിപ്പുണ്ട് അവൻ്റെ. അതിനുശേഷമാണ് നമ്മൾ രണ്ടാമത് കയറിച്ചിരുന്നത്. അപ്പോൾ അവളുടെ ഒരു നെകളിപ്പ് നോക്ക് നിങ്ങൾ. മനസ്സിലായോ? എന്നിട്ട് അതിന് നമ്മൾ ടെൻഷൻ അടിക്കണം. എന്ത് കാര്യത്തിന്? അവനവൻ്റെ മക്കളുടെ കാര്യത്തിന് ടെൻഷൻ അടിക്കാൻ നേരമല്ല. അപ്പോഴാണ് ഇതുപോലെ എന്താ പറയുക, അവരിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ബേജാറാവുന്നത്. നമ്മൾ മുമ്പേക്ക് ഒരു കുട്ടി വയ്യാണ്ടാണ്, അവൾക്കൊരു ചികിത്സ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങളെ കൊണ്ട് കഴിയണ കൊടുക്ക്. അവൾക്ക് പഠിക്കാൻ കുറച്ച് പണം വേണമെന്ന് പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്ക്. ഇതിനൊക്കെ നിങ്ങൾ ടെൻഷൻ അടിച്ചോ? ആ കുട്ടി അയ്യോ എൻ്റെ മുമ്പിൽ വന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം നിങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇതുപോലത്തെ കേസിലൊന്നും നിങ്ങൾ വെറുതെ ഇടപെടാൻ പോകണ്ട. ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവസാനം ഈ ഒരു സ്നേഹം ഇല്ലാണ്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്, അതുകൊണ്ടാണ് പറയണത്. മനസ്സിലായോ? അച്ഛനമ്മമാരും വന്ന് പറയുമ്പോൾ നമ്മൾ പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ മകളെ നിലയ്ക്ക് നിർത്തണമെന്നൊന്നും പറയില്ല. നമ്മൾ ശരി നോക്കാം, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. അവസാനം വെച്ച് തന്തി നല്ലയും കാലം മാറും. അവസാനം ഇതുമെല്ലാം കൂടി നമ്മളെ പേരടിക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോഴത്തേനും ചാടി കയറി അയ്യോ അമ്മേ അച്ഛാന്നൊന്നും ആരും പറയണ്ട. അവനവൻ്റെ മക്കളെ പൊന്നുപോലെ വളർത്തുക, അവനവൻ്റെ മക്കളെ മതം പഠിപ്പിച്ചു കൊടുക്കുക, മതവിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ക്ഷേത്രം എന്താണെന്നും ഹൈന്ദവ മതത്തിലെ വ്രതങ്ങൾ എന്തൊക്കെയാണെന്നും അതെല്ലാം നോറ്റും പിടിച്ചൊക്കെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ കുട്ടികളെ എവിടെയും പോവില്ല. ആരാൻ്റെ മക്കളെ കാര്യാലോചിച്ച് നിങ്ങൾ വെറുതെ ഈ എന്താ പറയുക, അവർ സുഖിച്ച് ജീവിക്കുകയാണ്, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. എന്ത് കാര്യത്തിന്? എന്ത് ലോജിക്കാണ് അതിലുള്ളത്? അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയണേ, ഒരു കാര്യമില്ല. നിങ്ങളുടെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ ഒരു കാര്യമില്ല. മനസ്സിലായോ? ശരി എന്നാൽ.